ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജനായിസ് സബഖ് 39. വയസ്ഖുതു ഫർളുഹ, ആ ജനാസ നിസ്കാരത്തിൻ്റെ ഫർള് സാഖിത്താകും ബി വാഹിദിൻ, ആ ഒരാളെ കൊണ്ട്. വലൗ സബിയൻ, അത് കുട്ടിയാണെങ്കിലും ശരി. മഅ വുജൂദി റജുലിൻ, ഒരു പുരുഷൻ ഉള്ളതോടുകൂടെ തന്നെ ഒരു കുട്ടി നിസ്കരിക്കുകയാണെങ്കിലും ആ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യും? ഫർദ് സാഖിത്താകും. കാരണം ലി അന്നഹു ലാ യുസ്തറത്തു ഫീഹൽ ജമാഅത്തു, ഒരാളെ കൊണ്ട് സാഖിത്താകും എന്ന് പറയാൻ കാരണം ആ ജനാസ നിസ്കാരത്തിൽ ജമാഅത്ത് ചേർത്താക്കപ്പെടുകയില്ല. കഥ ഇപ്രകാരം തന്നെ അൽ അതതും ചെറുത്താക്കപ്പെടുകയില്ല. ഒന്നിലധികം ആളുകൾ നിസ്കരിക്കണമെന്ന് ചെറുത്തില്ല. ഏതുപോലെയൊക്കെ വൈരിഹ, ഈ നിസ്കാരം അല്ലാത്തതുപോലെ. അല്ലാത്തത് ഏതാണ്? മയ്യത്ത് ചുമക്കുക, മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുക്കുക, അതുപോലെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുക, ഇതിനൊക്കെ അതത് വേണം എന്ന ഷർത്തില്ലാത്തതുപോലെ. വഖൗനു സലാത്തി സ്വബിയി, കുട്ടിയുടെ നിസ്കാരമാകുക നഫിലൻ, അത് സുന്നത്തായിട്ടാണല്ലോ പെടുന്നത്. അപ്പോൾ ഇവിടെ കുട്ടിയെ നിസ്കരിച്ചാൽ കുട്ടിയെ കൊണ്ട് എങ്ങനെ ഈ ഫർദ് വീടുന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടിയുടെ നിസ്കാരം നഫിലാകുക എന്നത് ലാ യുഅസ്സിറു, അത് ഇവിടെ അസർ ചെയ്യിപ്പിക്കില്ല. കാരണം എന്തായാലും അന്നഹു, കാരണം കത് യുജ്സി അനിൽ ഫർദി, ചിലപ്പം കുട്ടിയുടെ നിസ്കാരം ഫർദിനെ തൊട്ട് ചില മതിയാകുന്നുണ്ട്. ഏതുപോലെ കമാലവും പലക ബാദഹ, ആ നിസ്കാരത്തിന് ശേഷം ആ കുട്ടി പ്രായപൂർത്തിയായാൽ ഫിൽ വക്തി, ആ സമയത്ത് തന്നെ എന്ത് ചെയ്ത് വക്തിൽ തന്നെ പ്രായപൂർത്തിയായാൽ അപ്പോൾ ആ നിസ്കരിച്ച നിസ്കാരം ആ കുട്ടിയെടുത്ത് എന്ത് ചെയ്യും? ഫർദിനെ തൊട്ട് മതിയാകുന്നതാണ്. അപ്പോൾ എന്നതുപോലെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സുന്നത്തായിട്ടാണ് കുട്ടിയുടെ നിസ്കാരം വരുന്നത് എന്നത് എന്തില്ല, ഇവിടെ അസറയിപ്പിക്കുന്നില്ല. സാക്കുത്താവുന്നതിനെ തൊട്ട് അത് സാക്കുത്താകാതിരിക്കലില്ല. പിന്നെ മാത്രമല്ല വലിയ ഹുസൂലിൽ മഖ്സൂദി, അതിനും പുറമെ ഈ ജനാസ നിസ്കാരത്തിൻ്റെ മഖ്സൂദ് അത് ഹാസിലായതിനു വേണ്ടിയും. എന്തുകൊണ്ട്? ബി സ്വലാത്തി, ആ കുട്ടിയുടെ നിസ്കാരം കൊണ്ട് ഹാസിലാണ്. മഖ്സൂദ് എന്താണ്? ഈ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നാണ്. ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഈ കുട്ടിയുടെ നിസ്കാരം കൊണ്ട് എന്താകുന്നുണ്ട്? അത് കിട്ടുന്നുണ്ട്. ഏതോടുകൂടെ? മഅ റജാഇൽ ഖബൂലി ഫീഹ, ആ കുട്ടിയുടെ നിസ്കാരത്തിൽ ഖബൂലിൻ്റെ പ്രതീക്ഷ, അക്സറു, അത് കൂടുതലാകലോട്, കുട്ടിയുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുക എന്നുള്ള പ്രതീക്ഷ കൂടുതലാണ്. അതോടുകൂടെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? നിസ്കാരം കൊണ്ടുള്ള മഖ്സൂദ് ഹാസിലാകും. ഇതിനും വേണ്ടിയിട്ട് കുട്ടിയായാലും നിസ്കരിച്ചാൽ എന്താകും? സാഖിത്താകുന്നതാണ്. യുജ്സിഉൽ വാഹിദു അയ്ദൻ, ഈ പറഞ്ഞ ഒരാൾ എന്താണ്? മതിയാകുന്നതാണ് വീണ്ടും. വഇല്ലം യഹ്ഫദിൽ ഫാത്തിഹത, അപ്പോൾ ആ ആള് ഫാത്തിഹ ഓതാൻ അറിയാത്ത ആളായാൽ, ഫാത്തിഹ ഹിഫ്ദ് ഇല്ലാത്ത ആളായാൽ, വഗൈറഹ, ഫാത്തിഹ അല്ലാത്തത് ഹിഫ്ദ് ഇല്ല, എന്നാലും ശരി എന്ത് ചെയ്യും? ഈ ഒരാളെ കൊണ്ട് മതിയാകും. എന്നിട്ട് അഖഫ ബി ഖദ്രിഹ, ഈ ഫാത്തിഹയുടെ ഖദർ കണ്ട് അദ്ദേഹം നിന്നു നിസ്കാരത്തിൽ, അല്ലാതെ ഫാത്തിഹ ഇട്ട് അറിയില്ല, അങ്ങനത്തെ ആൾ നിസ്കരിച്ചാലും മതിയാകും. അത് വലവുമാ ഉജൂദിമായി യഹ്ഫദ്ഹ, ഈ ഫാത്തിഹയൊക്കെ ഹിഫ്ളുള്ള ഒരാൾ ഉള്ളതോടുകൂടെ ആണെങ്കിലും ശരി, ഈമായ ദഹറായ അഭിപ്രായം അനുസരിച്ച് ഈ എങ്ങനത്തെ ഒരാൾ നിസ്കരിച്ചാലും മതിയാകും. കാരണം അന്നൽ മഖ്സൂദ ഉജൂദു സലാത്തിൻ സഹീഹത്തിൻ മിൻ ജിൻസിൽ മുഖാത്തബീന, മുഖാത്തബീങ്ങളുടെ ജിൻസിൽ നിന്ന് സഹീഹായ ഒരു നിസ്കാരം ഉണ്ടാകുക എന്നതാണ് അവിടുത്തെ ലക്ഷ്യം. നിസ്കാരം കൊണ്ടുള്ള മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ള മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ മുഖാത്തബീങ്ങളുടെ ജിൻസിൽ നിന്ന് സഹീഹായ നിസ്കാരം എത്തിക്കുക എന്നുള്ളതാണ്. അത് ഉചിതത്ത്, അതെന്താണ്? ഇവിടെ എത്തിക്കപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ഹുക്കുമ് നോക്കുമ്പോൾ ആ നിസ്കാരം എന്താണ് ശരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് വാത്തിയ ഇപ്പോൾ അറിയാത്ത ആള് അതിന്റെ കഥനനുസരിച്ച് നിന്നാൽ തന്നെ നിസ്കാരം ശരിയാവുമല്ലോ. അപ്പോൾ ഇവിടെ ശരിയായ നിസ്കാരം എത്തിക്കപ്പെട്ടത് കൊണ്ട് പിന്നെ അയാൾ നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. മറ അവാഖിറ തയമ്മുമിന്റെ അവസാനത്തിൽ പിന്നെ അവസാന ഭാഗത്ത് എന്ത് ചെയ്തു കഴിഞ്ഞു പോയി. ഹുക്കുമു സലാത്തി ഫാഖിദി തഹൂറൈനി, രണ്ട് അശുദ്ധിയും ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും പിന്നെ അതിൽ നിന്നും ശുദ്ധിയില്ലാത്ത രണ്ട് അശുദ്ധിയിൽ നിന്നും തുഹറില്ലാത്ത ആളുടെ നിസ്കാരത്തിന്റെ ഹുക്കുമ്. അതുപോലെ തന്നെ വമൻ ലാ യുഗ്നീഹി തയമ്മുമുഹു, അതുപോലെ ഒരാളുടെ നിസ്കാരം എങ്ങനത്തെ ഒരാൾ ലാ യുഗ്നീഹി അവനെ ഐശ്വര്യമാക്കൂല തയമ്മുമുഹു അവന്റെ തയമ്മുമു അതിന് ഖലാഇനെ തൊട്ട് ഐശ്വര്യമാക്കൂല എന്ന് പറഞ്ഞാൽ തയമ്മും ചെയ്ത് നിസ്കരിച്ചാലും ആ നിസ്കാരം പിന്നെയും ഖലാ വീട്ടണം. അങ്ങനത്തെ ഒരാൾ അയാളുടെ നിസ്കാരത്തിന്റെയും ഹുക്കുമ് അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റാജിഹു ആ ഭാഗം അവിടെ തയമ്മുമിന്റെ അവസാന ഭാഗത്ത് നോക്കുക. അവിടെ ഷെർവാനിയിൽ അവിടെ അത് കൊടുക്കുന്നുണ്ട്. ഇബാറത്തുഹു ഹുനാക്, അവിടെയുള്ള ഇബാറത്ത് കാല അയിൽ അദ്റഇ ഇമാം പറഞ്ഞു ഫി ബാബിൽ ജനായിസി മൻ ലാ യസ്കുത്തു തയമ്മുമുഹുൽ ഫർദ, ഒരാളുടെ തയമ്മുമു ഫർദിനെ സാക്കിത്താക്കുകയില്ല അങ്ങനത്തെ ഒരാളും. അതുപോലെ ഫാഖിർ തഹൂറൈനി രണ്ട് തുഹൂറും ഇല്ലാതാക്കിയവനും ഇൻ തഅയ്യനത്ത് അല അഹദിഹിമ അവർ രണ്ടിൽ ഒരാളുടെ മേൽ ആ ജനാസ നിസ്കാരം തഅയ്യനായി വന്നാൽ സല്ല അവൻ നിസ്കരിക്കണം ഖബല ദഫിനി മറമാടുന്നതിന് മുമ്പ്. എന്നിട്ട് സുമ്മ ആദഹ പിന്നെ അതിനെ മടക്കണം ഇദാ വജദ തുഹറൽ കാമിലായ തുഹറിനെ അവൻ എത്തിച്ചാൽ പിന്നെ ആ ജനാസ നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്ന് ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വഹാദ തഫ്സീലു ഈ പറഞ്ഞ തഫ്സീല് ലഹു വജുഹുൻ ലാഹിറുൻ അതിനൊരു ലാഹിറായ പിന്നെ ന്യായമുണ്ട്. അതുകൊണ്ട് ഫൽ യുജ്മി ബിഹി ബൈന മൻ ഖാല ബിൽ മൻഇ വമൻ ഖാല ബിൽ ജവാസി. ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഫാഖിർ തഹൂറൈനി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരും ജായിസാണ് എന്ന് പറഞ്ഞവരുടെയും ഇടയിൽ എന്ത് ചെയ്യുക, ഇത് പറഞ്ഞ ഇതുകൊണ്ട് എന്ത് ചെയ്യുക, ജമ്മി ചെയ്യപ്പെടുത്തേ. ഇന്ദഹ അവിടെ അദ്റ ഇമാമിന്റെ വാക്ക് അവസാനിച്ചു. ഷെർവാനിയുടെ ഭാഗത്താണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതവിടെ തയമ്മുമിന്റെ വാക്കുകളിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഹുക്കും. പിന്നെ വക്കീല പറയപ്പെട്ടു യജിബ് ഇസ്നാനി, ഒരാള് നിസ്കരിച്ചാൽ പോരാ, രണ്ടാള് നിസ്കരിക്കൽ നിർബന്ധമാണ്. ജനാസ നിസ്കാരം സാക്കിത്താകാൻ രണ്ടാള് നിസ്കരിക്കണം നിർബന്ധം. വക്കീല സലാസത്തുൻ മറ്റൊരു അഭിപ്രായം മൂന്നാൾ നിസ്കരിക്കണം. കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലു അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുടെ മേൽ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് നബി തങ്ങൾ ജമ്മാക്കി ബഹുവചനമായി പറഞ്ഞു. അഖല്ലുൽ ജമ്മിൽ ഏറ്റവും കുറഞ്ഞ ഇസ്നാനി ഔ സലാസത്തുൻ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആണ് ഏറ്റവും കുറഞ്ഞ അഖല്ലുൽ ജമ്മ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാളുകൾ വേണമെന്ന് അഖീലക്കാർ. വക്കീല മറ്റൊരു കീല അർബാത്തുൻ നാലാളുകൾ വേണമെന്ന് നിർബന്ധമാണെന്ന്. കമാ യജിബു ഏതുപോലെ നിർബന്ധമാകും പോലെ ഐ അല ഹാദൽ കൗലി ഈ നാലാൾ വേണമെന്ന കൗലിന്മേൽ എടുത്തിട്ട് നിർബന്ധമാകും പോലെ എന്ത് ഐ അഹ്മിലഹ ആ മയ്യത്തിനെ ചുമക്കൽ അർബാത്തുൻ 4 പേര് ചുമക്കൽ നിർബന്ധമാണെന്നത് പോലെ ഇവിടെയും എന്ത് 4 പേര് വേണം. കാണല്ലേ അന്നമാ ദൂനഹു ഇസ്റാഉം ബിൽ മയ്യത്തി, കാരണം 4 താഴെയുള്ളത് ഇങ്ങനെ കൊണ്ട് നിർവഹിക്കുക എന്നുള്ളത് മയ്യത്തിനെ എന്താക്കലാണ്, ഒരു നിസാരമാക്കലാണ്. അതുകൊണ്ട് എന്നാൽ വലാ തജിബുൽ ജമാഅത്തു അലാ കുല്ലി വജ്ഹിൻ ഈ പറഞ്ഞ ഓരോ വജ്ഹിന്റെ മേലും എന്താണ് ജമാഅത്ത് നിർബന്ധമില്ല. 2 വേണമെന്ന് പറഞ്ഞെടുത്ത് 3 വേണമെന്ന് പറഞ്ഞെടുത്ത് 4 വേണമെന്ന് പറഞ്ഞെടുത്ത് ഒന്നും ജമാഅത്ത് എന്താ ഇല്ല, നിർബന്ധം ഇല്ല. അപ്പോൾ ഓരോറ്റക്കൊറ്റക്ക് നിസ്കരിച്ചാൽ മതി. വലാ തസ്ഖുതു ബിൻ നിസാഇ എന്നാൽ സ്ത്രീകളെ കൊണ്ട് ജനാസ നിസ്കാരം സാഖിത്താകൂല, ഫർദ് വീടുകയില്ല. മിസ്ലുഹുന്ന സ്ത്രീകളെ പോലെയാണ് അൽ ഖുനാസ ഹുൻസകൾ, അവർ നിസ്കരിച്ചാലും ഫർദ് സാഖിത്താകൂല. ഏത് നിലയ്ക്ക് ഹുനാക്ക അവിടെയുണ്ട്, അവിടെ എന്ന് പറഞ്ഞാൽ ഐ ബി മഹല്ലി സ്വലാത്തി ഈ നിസ്കരിക്കുന്ന സ്ഥലത്ത് ജനാസ നിസ്കാരം നടക്കുന്ന സ്ഥലത്ത് ഉണ്ട്. അതുപോലെ മഹല്ലി സ്വലാത്ത് ഉണ്ട്. വമാ യുൻസബു ഇലൈഹി ആ മഹല്ലിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സ്ഥലത്തും ഉണ്ട്. ചേർക്കപ്പെടുന്ന ഇതുപോലെയൊക്കെ ഖാരിജി സുവരി നാടിന്റെ സുവറിന്റെ പുറത്ത് ഉള്ളതുപോലെ
എങ്ങനത്തെ ഖാരിജ്? അൽ ഖരീബി മിൻഹു, ആ നാടിനോട് മഹലിനോട് ഖരീബായ ഖാരിജ്, സുവറിന്റെ അതിർത്തിക്ക് പുറത്തുള്ള സ്ഥലത്ത്. അഹദമിമ്മായത്തിയാന് വാഫി ഇമാമിനെ തൊട്ട് ശേഷം വരുന്ന ഒന്നിൽ നിന്ന് പിടിച്ചിട്ടാണ് ഇവിടെയും എന്താണ് ആ മഹലിന്റെ സൂറുൽ ബലദിന്റെ ഖാരിജിലുള്ള അതിനോട് അടുത്ത സ്ഥലത്തോ ഉണ്ടായാൽ, ആരുണ്ടായാലും ഉള്ള നിലയ്ക്ക്, ആരാണ്? റിജാലുൻ, പുരുഷന്മാരുള്ളതായ നിലയിൽ സ്ത്രീകൾ നിസ്കരിച്ചാൽ സാക്കിത്താകൂല. റിജാലുണ്ടാകുക, ഔ റജുലുൻ, അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടാകുക. വലാ യുഖാതബന ബിഹ, അവിടെ ആ സ്ത്രീ ഹീനയിദിൻ, ആ സമയത്ത് ആ സ്ത്രീകളോട് എന്ത് ചെയ്യില്ല, ആ നിസ്കാരം കൊണ്ട് ഖിതാബിടപ്പെടുകയില്ല. വലാ യുഖാതബന ബിഹ, ജനാസസ്കാരം കൊണ്ട് ആ സ്ത്രീകളോട് ഖിതാബിടപ്പെടുകയില്ല. ഹീനയിദിൻ, ആ പുരുഷന്മാര് അല്ലെങ്കിൽ ഒരു പുരുഷനോ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ. ബൽ എന്നല്ല, ഔ സബിയുൻ മുമയ്യിസുൻ, ഒരു മുമയ്യിസായ സബിയുള്ള സന്ദർഭത്തിൽ അവരോട് സ്ത്രീകളോട് ഖിതാബിടപ്പെടില്ല. അലാമ ബാസു ഒരു ജമ്മ അങ്ങനെ ബാസ് ചെയ്തതനുസരിച്ച്. തീല പറയപ്പെട്ടു, അലൈഹി, ആ ഖീലയിന്മേൽ യൽസമുഹുന്ന, അവർക്ക് നിർബന്ധമാണ്, അമ്രുഹു, ആ കുട്ടിയോട് കൽപ്പിക്കൽ, ബി ഫീലിഹ, ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി കുട്ടിയോട് കൽപ്പിക്കൽ അവർക്ക് നിർബന്ധമാണ്. ബൽ എന്നല്ല, വൽ അർബുഹു, ആ കുട്ടിയെ അടിക്കൽ നിർബന്ധമാണ്. അലൈഹി, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കൽ നിർബന്ധമാണ് എന്ന് ഒരു ഖീല. ഇന്ദഹ വഹുവ ബഈദുൻ, ആ ഖീല എന്താണ്? ബഈദാണ്. ബൽ എന്നല്ല, ലാ വജ്ഹ ലഹു, ആ പറഞ്ഞ ഖീലക്ക് ഒരു വജ്ഹും ഇല്ല. മുമയ്യിസായ ഒരു കുട്ടി സബി ഉള്ളതോടുകൂടെ ഇവരോട് ഖിതാബില്ല എന്ന് പറഞ്ഞ ആ വജ്ഹിന് എന്തില്ല, ആ ഖീലക്ക് ഒരു വജ്ഹുമില്ല. കാരണം ഇന്നമല്ലദി യത്തജിഹു, പിന്നെ അവിടെ മുത്തജിഹാകുന്ന ഒന്ന്, അന്ന മഹലൽ ബാസി, ആ ബാസിന്റെ മഹല് എന്താണ്? ഇദാ അറാദ സ്വലാത്ത, ആ കുട്ടി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാലാണ്. അപ്പോൾ ആ കുട്ടി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ പെണ്ണുങ്ങളോട് അവിടെ ഖിതാബിടപ്പെടില്ല. ഇല്ല, അങ്ങനെ കുട്ടി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ തവജ്ജഹൽ ഫർദു അലൈഹിന്ന, അപ്പോൾ ആ കുട്ടി ഉണ്ടായാലും ഇവരുടെ മേലാണ് ഫർദ് തവജ്ജുഹ് ആകുക എന്നതാണ് ആ ബാസിന്റെ മഹല് എന്ന് പറയലാണ് അവിടെ ന്യായം. അപ്പോൾ പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകളുടെ നിസ്കാരം സാക്കിത്താകൂല്ല ഫിൽ അസഹി, അസഹ് പ്രകാരം. കാരണം അന്ന ഫീഹി ഇസ്തിഹാനത്തും ബിഹി, കാരണം അങ്ങനെ സ്ത്രീകളെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കുക എന്നുള്ളത് ആ മയ്യത്തിനെ നിസാരമാക്കലാണ്. മാത്രമല്ല വലിയ അന്ന റിജാല, പുരുഷന്മാര് അക്മലു, അവര് ഏറ്റവും കാമിലായവരാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ആ കാമിലായവരെ കൊണ്ടത് നിർവഹിക്കണം. ഫദുആഉഹും, അപ്പോൾ അവർ അക്മലാകുമ്പോൾ ദുആഉഹും, അവരുടെ പ്രാർത്ഥന അഖ്റബു ലിൽ ഇജാബത്തി, അത് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അടുത്തതുമാണ്. ഇത് കൊണ്ടാണ് പുരുഷന്മാരുള്ളപ്പോൾ സ്ത്രീകൾ ഫർദ് സാക്കിത്താകില്ല എന്ന് പറഞ്ഞത്. അമ്മ ഇദാലമ്യക്കുൻ വൈറുഹുന്ന, അപ്പോൾ സ്ത്രീകളല്ലാത്തവരോട് ഉണ്ടായിട്ടില്ല എങ്കിൽ അപ്പോൾ തൽസമുഹുന്ന, അപ്പോൾ ആ സ്ത്രീകൾക്ക് നിർബന്ധമാകും. അപ്പോൾ തസ്കുത്തു ബിഫീലിഹിന്ന, ആ സ്ത്രീകളുടെ പ്രവർത്തനം കൊണ്ട് ജനാസസ്കാരം സാക്കിത്താകുകയും ചെയ്യും. അങ്ങനെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ തുസന്നു ലഹുന്നൽ ജമാഅത്തു, ആ സ്ത്രീകൾക്ക് ജമാഅത്ത് എന്താണ്? സുന്നത്താക്കപ്പെടുകയും ചെയ്യും. കമ്മ ബാസുൽ മുസന്നിഫ് അങ്ങനെ ബാസ് ചെയ്തതുപോലെ ജമാഅത്ത് സുന്നത്താണെന്നുള്ളത്. യാക്കിൽ നൂസിക ഫീഹി, പക്ഷേ ആ മുസന്നിഫിന്റെ ആ ബാസിൽ എന്ത് ചെയ്തു? ഇത്റാദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബി അന്നൽ ജുംഹൂർ അലാ ഖിലാഫിഹി, മുസന്നിഫ് പറഞ്ഞതിനിക്ക് എതിരാണ്. ജുംഹൂർ അവിടെ ജമാഅത്ത് സുന്നത്തില്ല എന്നുള്ള അഭിപ്രായത്തിലാണ്. ഇനി ഇന്നമാ ലസിമത്തുഹുന്ന, ഇവിടെ പെണ്ണുങ്ങൾക്ക് ലാസിമായത്, ഇവിടെ സ്ത്രീക്ക് എന്ത് ചെയ്തു? ലാസിമായി. വലം തസ്കുത്ത് ബി ഫീലിഹിന്ന, എന്നാൽ ആ സ്ത്രീകളുടെ ഫീല് കൊണ്ട് സാഖിത്താകുകയില്ല. മാ വുജൂദി സബിയിൽ, ഒരു സബിയുള്ളതോടുകൂടെ, അൽ മുരീദിലി ഫീലിഹ, ആ നിസ്കാരത്തെ
പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതായ ഒരു സ്വബി ഉള്ളതോടുകൂടെ അവരുടെ പേര് സാക്കിത്താകുകയില്ല എന്ന് മുമ്പ് പറയുകയും ചെയ്തു. അല്ലാതെ ആലിക്കൽ ബാസി ആ പറഞ്ഞ ബാസ് അനുസരിച്ച് സാക്കിത്താകുകയില്ല. ഇവിടെ ആണെങ്കിൽ അവർക്ക് പെണ്ണുങ്ങൾക്ക് നിർബന്ധമാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം അവിടെയും ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ സബിയ് മുഖാത്തബല്ലല്ലോ, അപ്പം ഈ സ്ത്രീയല്ലേ മുഖാത്തബായി വരട്ടെ. അപ്പൊ അവിടെ സാക്കിത്താകുന്നില്ല, ഇവിടെ എന്താകുന്നുണ്ട്, അവർക്ക് നിർബന്ധമാകുകയും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടെ ആ കുട്ടിയുള്ളപ്പോൾ എന്ന ദുആഹു, കാരണം ആ കുട്ടിയുടെ പ്രാർത്ഥന അഖ്റബുൽ ഇജാബത്തി മിൻഹുന്ന, ഈ സ്ത്രീകളെക്കാളും കുട്ടിയുടെ പ്രാർത്ഥന ഇജാബത്തിന് ഏറ്റവും അഖ്റബായതാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, പിന്നെ ആ കുട്ടി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനത്തെ കുട്ടി ഉള്ളപ്പോൾ ഇവർ ചെയ്താൽ സാക്കിത്താവില്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല അവിടെ ചുരുക്കത്തിൽ ഇങ്ങനെ പറയുമ്പോൾ കത് യുഖാത്തബുൽ ഇൻസാനു, ഒരു മനുഷ്യനോട് ചുരുക്കത്തിൽ ഖിതാബ് ഇടപെടും ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട്. എന്നിട്ട് തതവഖഫു സിഹത്തുഹു മിൻഹു, എന്നിട്ട് ആ മനുഷ്യന് ഇൻസാനിൽ നിന്ന് ആ ഷൈഇന്റെ സിഹത്ത് അത് നിലനിൽക്കും എന്തിന്റെ മേലെ? അലാ ഷൈഇൻ ആഖറ, മറ്റൊരു കാര്യത്തിന്റെ മേലെ. അപ്പൊ ഇവിടെ പറഞ്ഞാൽ ഇവിടെ കുട്ടി ഉദ്ദേശിക്കാതിരിക്കണം, കുട്ടി ഉദ്ദേശിക്കാതിരിക്കുക എന്നതുപോലെ. അപ്പൊ കുട്ടി ഉദ്ദേശിക്കാതിരിക്കുമ്പോൾ ആണ് ഈ ആ ഇൻസാന് നിന്ന് ആ വിഷയം ആ കാര്യം ചെയ്താൽ അത് സഹിയാകുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യാം, ചുരുക്കത്തിൽ പറയുകയും ചെയ്യാം. ഇനി വലക്ക, അവിടെ നിനക്ക് ജായിസാണ് അന്തക്കൂല, നീ പറയൽ ജായിസാണ്. എന്ത്? അഖ്റബിയത്തു ദുആഇഹി, ഈ കുട്ടിയുടെ ദുആ അഖ്റബാണ്, ഇജാബത്തിന് അഖ്റബാണ് എന്ന് പറഞ്ഞത് തഅതി, അത് വരും. എത്രത്തോളം? അത്താബ് ജിത്തിമായി റിജാലി, അത് പുരുഷന്മാരോടുകൂടെ ഈ കുട്ടി വന്നാലും അവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെയും ഈ പറഞ്ഞത് വരുമല്ലോ. എന്നാൽ വലം യൻദുറു ഇലൈഹ ഹീന ഇതിന, പുരുഷന്മാരോടൊപ്പം ഈ കുട്ടി ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല, ആ ദുആ അഖ്റബാണ്, ഇജാബത്തിലേക്ക് അഖ്റബാണെന്നതിലേക്ക് അവർ നോക്കിയിട്ടില്ല. അവിടെ പിന്നെ പുരുഷനാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ പുരുഷൻ നിസ്കരിച്ചാൽ സഹിയാവില്ല, ഈ കുട്ടിയുള്ളതോടുകൂടെ പുരുഷൻ നിസ്കരിച്ചാൽ സഹിയാവില്ല എന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ എന്ത്, പിന്നെ അങ്ങനെ കുട്ടികളുള്ളപ്പോൾ ഈ സ്ത്രീകൾ നിസ്കരിച്ചാൽ സാക്കിത്താവില്ല എന്നും പറഞ്ഞു. അതിന് ഇല്ലത്ത് പറഞ്ഞത് രണ്ടും എന്താണ്, പിന്നെ ദുആ പിന്നെ ഇജാബത്തിലേക്ക് അഖ്റബാണ് എന്നുള്ള. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. പിന്നെ ഇവിടെയും അതേപോലെ ഈ പുരുഷന്മാരോടൊപ്പം ഈ കുട്ടി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയും അത് വരുന്നുണ്ടല്ലോ. എന്നാൽ അവര് ആ സന്ദർഭത്തിൽ ആ അഖ്റബിയത്തു ദുആയിലേക്ക് നോക്കിയിട്ടില്ലല്ലോ. പിന്നെ അവിടെ ഇത് ഉള്ളത് കൗനുഹു മിൻ ജിൻസിഹിം, ആ കുട്ടി അവരുടെ പുരുഷന്മാരുടെ ജിൻസിൽപ്പെട്ട അത് ആകുക, ലാ ജിൻസിഹിന്ന, ആ സ്ത്രീകളുടെ ജിൻസിൽപ്പെട്ടതല്ല, അവരുടെ ജിൻസിൽപ്പെട്ടതാകുക എന്നത് ലാ അസറലഹുന, അതിന് ഇവിടെ എന്തില്ല, പ്രത്യേകം അസറൊന്നുമില്ല. ഇവർ ഈ പറഞ്ഞ ഇല്ലത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ പുരുഷന്മാർ ഈ കുട്ടിയുള്ളപ്പോൾ പുരുഷന്മാർ നിസ്കരിച്ചാലും എന്താണ് തലപ്പ് പിന്നെ സാക്കിത്താകാൻ ആകില്ല എന്നതല്ലേ എന്ന് നിനക്ക് ചോദിക്കാം. അതിനും പുറമെ അന്നഹ, ആ ദുആ, കുട്ടിയുടെ ദുആ ഇജാബത്തിലേക്ക് ഏറ്റവും അഖ്റബാണ് എന്നുള്ളത് അത് ഇന്നമാ തഖ്തദി, അത് തേടുന്നുണ്ട്, അന്നഹു യുന്തവു ലഹുന്ന, ആ സ്ത്രീകൾക്ക് സുന്നത്താക്കപ്പെടും, അൽ ഇത്തിമാമു ബിഹി, ആ കുട്ടിയെ കൊണ്ട് ഇമാമത്ത് നിൽക്കുക, ആ കുട്ടിയെ ഇമാമത്ത് നിർത്തുക എന്നത് സുന്നത്താണ് എന്നാണ് അത് തേടുക. കാരണം ഇജാബത്ത് ഉള്ള കുട്ടിയാകുമ്പോൾ, കുട്ടിയുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ അന്നേരം ആ സ്ത്രീകൾ ഇമാമത്ത് നിർത്തിയാൽ മതി എന്ന് എന്ത് ചെയ്യും, അത് സുന്നത്താണെന്ന് തേടും. അല്ലാതെ ലാ മൻഉ സിഹത്തി സലാത്തിഹിന്ന, അല്ലാതെ ആ സ്ത്രീകൾ നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരത്തിന്റെ സിഹത്തിനെ തടയും എന്ന് എന്താകുന്നില്ല. ഈ ദുആ, കുട്ടിയുടെ ദുആ പിന്നെ ഇജാബത്തിലേക്ക് ഏറ്റവും അഖ്റബാണ് എന്നതുകൊണ്ട് ഈ സ്ത്രീകൾ നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ സിഹത്ത് ഇന്ന് തടസ്സമാകുന്നു എന്നതിനെ അത് തേടുന്നില്ല എന്നിങ്ങനെ നിനക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അന്നഹു ഖദ് യുഖാതബു ഇൻസാനു ഇലാ ആഖിരിഹി എന്ന് മേളി പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ എന്ത് ചെയ്യും, ഒരു ഇൻസാനിനോട് ഇങ്ങനെ ഖിതാബ് ഇട്ടിട്ട് ആ കാര്യത്തെ കൊണ്ട് ഖിതാബ് ഇട്ടിട്ട് ആ കാര്യത്തിന്റെ സിഹത്ത് മറ്റൊന്നിന്റെ മേലിൽ എന്ത് ചെയ്യുക, തവക്കുഫാകുക എന്ന് പറഞ്ഞത്, ആ പറഞ്ഞ വാദം തഹ്താജുലി തഅമ്മുലിൽ, അത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, ഫഇന്ന ഇത്ലാഖഹ, അവിടെ ഫഇന്ന ഇത്ലാഖഹ എന്നാണ് ഇവിടെ പിന്നെ നുസ്ഖയിൽ കാണുന്നത്. പക്ഷേ ഷെർവാനി അവിടെ എഴുതിയേക്കുന്നത് ബി അന്ന ഇത്ലാഖഹ എന്നാണ്. എന്നിട്ട് അൽ ബാഉ ബിമാന ലാമി എന്നും കൊടുത്തിട്ടുണ്ട്, മുതഅല്ലിഖും ബി തഹ്താജു എന്ന്. അപ്പോൾ ഇവിടെ ഈ നുസ്ഖയിൽ ഇന്ന എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് പിന്നെ അച്ചടിപ്പശകായിരിക്കും.
ആ അപ്പോൾ ഷെർവാനി എടുത്തതനുസരിച്ച് ബി അന്ന ഇത്ലാഖഹ, അതാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാദം പിന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്തുകൊണ്ട് ആവശ്യം ആയത്? ബി അന്ന ഇത്ലാഖഹ, കാരണം അതിനെ അങ്ങനെ മുത്തലക്കം പറയല് പിന്നെ ലാ യഷ്ഹദു, അത് പിന്നെ സാക്ഷി നിൽക്കുന്നില്ല ലിമാൻ അഹ്നുഫിഹി, നമ്മളിപ്പോൾ ഇവിടെയുള്ള മസ്അലയിലേക്ക് ഈ പറഞ്ഞ പിന്നെ ദഅവ എന്താകൂല, അത് അലല്ലിത്തിലാക്ക് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ മസ്അലയ്ക്ക് എന്താകൂല, അത് ഷാഹിദാകൂല. പിന്നെ ഇന്നമാ യഷ്ഹദു, ഇന്നമല്ലദീ യഷ്ഹദു ലഹു, പിന്നെ അതിന് ഷാഹിദായിട്ട് വരുന്ന ഒന്നുണ്ട്. അതെന്താണ്? യസ്ബുത്ത, സ്ഥിരപ്പെടണം. എന്ത്? അന്നഹും, അവർ ഫുഖഹാക്കള് ഈ സൂറത്തിന്മ ഏതെങ്കിലും ഒരു രൂപത്തിൽ പിന്നെ ഔജബു, അവർ നിർബന്ധമാക്കി അല വാഹിദിൻ, ഒരാളുടെ മേലോ ഔ ജംഇൻ, അല്ലെങ്കിൽ കുറെ ആളുകളുടെ മേലോ അവർ നിർബന്ധമാക്കി ഷൈഅൻ, ഒരു കാര്യത്തെ നിർബന്ധമാക്കി. എന്നിട്ട് മനഉ, എന്നിട്ട് അവർ തടഞ്ഞു സുക്കൂത്തഹു, ആ കാര്യം സാക്കിത്താകുന്നതിന് അൻഹു, അവനെ തൊട്ട് ബി ഫിഇലിഹി, ഇവന്റെ ഫീല് കൊണ്ട് എന്താ അത് സാക്കിത്താകുന്നതിനെ അവർ തടഞ്ഞു. എപ്പോ? ഇതാ അറാദ ഗൈറുൽ മുഖാത്തബി ബിഹി, അതുകൊണ്ട് കിതാബിടപ്പെട്ട ആള് അല്ലാത്ത ഒരാൾ ഉദ്ദേശിച്ചാൽ, എന്തുദ്ദേശിച്ചാൽ തബറുഅ ബിഹി, ആ തബറുഅ ബിഹി, ആ കാര്യം കൊണ്ട് അദ്ദേഹം എന്താണ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, പിന്നെ ഈ മുഖാത്തബല്ലാത്ത മറ്റൊരാൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പിന്നെ ഈ ആള് പ്രവർത്തിച്ചാൽ അത് സാക്കിത്താകൂല. ആ സുക്കൂത്തിന്റെ മൻഇനെ അവർ തടയുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു സൂറത്ത് സ്ഥിരപ്പെടണം. എന്നാൽ സ്ഥിരപ്പെട്ടാൽ അതാ ഇൻ സബത്ത ദാലിക, അങ്ങനത്തെ ഒരു സൂറത്ത് സ്ഥിരപ്പെടുകയാണെങ്കിൽ അയ്യത് ദാലിക്കൽ ബാസ, നേരത്തെ അവർ പറഞ്ഞ ആ ബാസിനിക്ക് എന്ത് ചെയ്യാം? തഈദായിട്ട് പറയാം. ഇല്ല, അങ്ങനെ സ്ഥിരപ്പെടുന്നില്ല എങ്കിൽ കാന മാ ആദമിത്തുള്ളാഹി മാനാഹു, അതിന്റെ മാന വെളിയാകാത്തതോടുകൂടെ തന്നെ അതായി ഖാരിജൻ അൽ ഖവാഇദി, ഖവായിദകളെ തൊട്ടെന്തായി പുറത്തു പോയതായി. അതൊന്നും പുറമെ അല അന്നഹു മുഖാലിഫിൻ ലി മഫ്ഹൂമി ഖൗലിൽ മത്നി വൈരിഹി, മത്നിന്റെയും വൈറിന്റെയും ഖൗലിന്റെ മഫ്ഹൂമിനോട് മുഖാലിഫാണ്. മഫ്ഹൂം എന്താണ്? ആ ഖൗൽ എന്താണ്? ഹുനാക റിജാൽ എന്ന് പറഞ്ഞ ഖൗൽ, അവിടെ ഹുനാക റിജാൽ എന്ന ഖൗലിന്റെ മഫ്ഹൂം അത് ദുക്കൂർ, റിജാൽ എന്ന് പറഞ്ഞാൽ അധികവും ഉദ്ധരിക്കപ്പെടുന്ന റിജാലാണ്. റിജാൽ എന്ത് സബീനെയും കൂടെ ഷാമിലാക്കുന്നതാണ്. അപ്പോൾ ആ റിജാൽ എന്ന് പറഞ്ഞതിന്റെ പിന്നെ മഫ്ഹൂമിനോട് മുഖാലിഫും കൂടിയാണ്. അപ്പോൾ ഫലാ യുഖ്ബലു, ഈ ബഅത്ത് എന്താകൂല, സ്വീകരിക്കപ്പെടുകയില്ല. ഫതഅമ്മൽഹു, അപ്പോൾ അതുകൊണ്ട് നീ അതിനെ ചിന്തിക്കട്ടെ എന്നിങ്ങനെ വേണമെങ്കിൽ നിനക്ക് ആ പറഞ്ഞ ബഅത്തിനെ കുറിച്ച് പറയാം. അല്ലാഹു അലൈഹി വസല്ലം.